കേരളത്തെ സംബന്ധിച്ച് ഡെപ്റ്റ് ടു GSDP റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കേരളം രണ്ടാം സ്ഥാനത്താണ്. 39%. GSDPയുടെ മൊത്തം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 39%-ത്തിലേക്ക് കേരളം എടുത്തിട്ടുള്ള കടം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കടപരിധി സംബന്ധിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസുണ്ട്. ഞങ്ങളെ കൊണ്ട് കുറെ കൂടി അധികം കടം എടുപ്പിച്ചാൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കടം അപായകരമായി കൂടുകയാണ് എന്ന ഒരു വസ്തുത അവിടെ നിൽക്കുന്നു. രണ്ട്, ഇപ്പോൾ ഈ സാധാരണ ജനങ്ങൾ ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ, 70 വയസ്സുള്ള മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് മരുന്ന് വാങ്ങാനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ഈ കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷനാണ്. അപ്പോൾ അതാണ് ഇത്രയും മാസമായിട്ട് കിട്ടാതിരിക്കുന്നത്. ഇതുപോലെ ഓരോ ഏറ്റവും അത്യാവശ്യമുള്ള ആളെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന പൈസ ഇപ്പോഴില്ല എന്ന അവസ്ഥ, അവരുടെ ജീവിതാനുഭവം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്ത് നിങ്ങൾ സഹകരണ ഫെഡറലിസത്തിന്റെ ക്ലാസ് എടുത്തു കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടുമെന്ന് എങ്ങനെയാണ് വിചാരിക്കാൻ കഴിയുക? എനിക്ക് മനസ്സിലാവുന്നില്ല. മിസ്റ്റർ അഭിലാഷ്, ഇവിടെ ചിലര് ഉറക്കം നടിക്കുകയാണ്. എത്ര വിളിച്ചുണർത്തിയാലും ഉണരില്ല. ഈ മുൻകാല ചരിത്രം കൂടി നമ്മൾ നോക്കണമല്ലോ. കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ സമയമെടുത്ത് ദീർഘമായി ഈ ഗവൺമെന്റിനെ ആക്രമിക്കുകയുണ്ടായി. മാതൃഭൂമി ദിനപത്രത്തിലെ 2010 സെപ്റ്റംബർ മാസത്തിൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറഞ്ഞത് കൃത്യമായി സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ ചെലവിൽ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ശമ്പളം വാങ്ങിച്ച് ജീവിച്ച്, സർക്കാർ പെൻഷൻ വാങ്ങിച്ച് ബാക്കിയുള്ള കാലം ജീവിക്കാമെന്ന് ഇനി ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് മാതൃഭൂമി ദിനപത്രത്തിൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ലേഖനമുണ്ട്. അവിടെ നിൽക്കട്ടെ. ശമ്പളം കൊടുത്തില്ലെങ്കിൽ ആരും തൂക്കിക്കൊല്ലില്ല എന്ന് പറഞ്ഞൊരു ധനകാര്യമന്ത്രിയുണ്ട്, കോൺഗ്രസിന്റെ ശങ്കരനാരായണൻ. അതുപോലെ ക്ഷാമബത്ത ദുബായി കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഈ കേരളത്തിൽ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി. അതുപോലെ തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു 5 വർഷത്തിനിടയിൽ ഇവിടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതാണ് ഇവിടുത്തെ മുഴുവൻ പ്രശ്നം എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട്. നമ്മുടെ മുന്നിൽ പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി ജനങ്ങൾക്ക് മുന്നിൽ നന്നായി തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു സൂട്ട് കൊടുത്തു. സാധാരണ സൂട്ട് നിലനിൽക്കില്ലെങ്കിൽ അന്നേ ദിവസം തന്നെ സുപ്രീം കോടതി എടുത്ത് എറിയില്ലേ, ചവിറ്റുകൊട്ടിട്ട് എറിയില്ലേ? എന്താ സുപ്രീം കോടതി പറഞ്ഞേ? കേന്ദ്രവും സംസ്ഥാനവും ചർച്ച ചെയ്ത് തീർക്കെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. കർണാടകത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞു കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ജെനുവിനാണ്, ആ ആവശ്യത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും കേരളത്തിലെ കോൺഗ്രസിനും അത് സഹിക്കുന്നുണ്ടോ? നമ്മൾ പ്രഖ്യാപിച്ച സമരത്തിന്റെ തലേ ദിവസം കർണാടകത്തിലെ കോൺഗ്രസ് ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ലേ? ഫെബ്രുവരി മാസം 7-ാം തീയതി, ഫെബ്രുവരി മാസം 8-ാം തീയതി കേരളത്തിന്റെ ഗവൺമെന്റ് അവിടെ സമരം നടത്തുമ്പോ 14ഓളം പ്രതിപക്ഷ കക്ഷികൾ ആ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നില്ലേ? ഡൽഹി മുഖ്യമന്ത്രി വന്നില്ലേ? പഞ്ചാബ് മുഖ്യമന്ത്രി വന്നില്ലേ? അതുപോലെ ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി വന്നില്ലേ? അവരൊക്കെ വന്ന് പ്രസംഗിച്ചത് എന്താ? BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ സാമ്പത്തിക ഫെഡറലിസം തകർക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്തിനാണ് കേരളത്തിന്റെ മാത്രമുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത്? വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ എന്റെ ഒരൊറ്റ സംശയം, കേരളത്തിന്റെ മാത്രമായ എന്ത് വിഹിതമാണ്, കേരള സ്പെസിഫിക് ആയി കേരളത്തിൻ്റെത് മാത്രമായി വെട്ടിക്കുറച്ച എന്ത് കാര്യമാണ് എന്ന് വിശദീകരിക്കാമോ? ഞാൻ അതിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്. BJPയുടെ പ്രതിനിധി ഇവിടെ പ്രസംഗിക്കുകയാണ്. ഈ കേന്ദ്രം ഇത്ര രൂപ തന്നില്ലേ, കേന്ദ്രം ഇത്ര രൂപ തന്നില്ലേ? IGSTയുടെ വിഹിതമായി 1386 കോടി 1386 കോടി ഇങ്ങ് തന്നെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് GST ആയി പിടിച്ചതാണ്. IGST ആയി പിരിച്ച തുകയുടെ കേരളത്തിലുള്ള വിഹിതമാണ്, അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തതല്ല. ഈ കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ച തുകയിൽ നമുക്ക് തരേണ്ട വിഹിതമാണ്. കൂടുതൽ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നികുതി വിഹിതം 2736 കോടി രൂപ തന്നില്ലേ? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയതാണ്. പെട്രോള്, രജിസ്ട്രേഷൻ, അതുപോലെ മദ്യം, ഇത് ഒഴിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാ ക്രയവിക്രയ സാധന സേവനങ്ങളിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയ, കേന്ദ്രം പിരിച്ചു കൊണ്ടുപോയ തുകയാണ്. ഇത് ആരുടെയും ഔദാര്യമല്ല മിസ്റ്റർ, ഇത് ഈ കേരളത്തിന്റെ അവകാശമാണ്. ഇത് തരാതെ നിങ്ങൾ വൈകിപ്പിക്കുന്നു. അത് വൈകിപ്പിക്കുന്നതും വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതും തെറ്റാണെന്നും അത് സാമ്പത്തിക ഫെഡറലിസത്തിന് എതിരാണെന്നും ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകൾ നിരത്തിയാണ്. അതാണ് ഇപ്പൊ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞത്. 3.89% ഈ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് 2.5 വെട്ടിക്കുറച്ചു. ഇപ്പോൾ 1.92 വെട്ടിക്കുറച്ചു. വേറെ ഏത് സംസ്ഥാനത്തിനാണ് ഇങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുന്നത്? ഈ കടമെടുപ്പ് തോത് 2.5 മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്ക് 3% ഉള്ളപ്പോ കേന്ദ്രം 6.8% കടമെടുക്കുമ്പോ ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മുന്നിൽ കടമുള്ളപ്പോ എന്തുകൊണ്ട് ഈ കേരളത്തിന്റെ മാത്രം വെട്ടിക്കുറയ്ക്കുന്നു?
നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേ കേന്ദ്രത്തിൽ വെറും 51,000 കോടി രൂപയായിരുന്നു കേന്ദ്രത്തിന്റെ കടം, 51 ലക്ഷം കോടി രൂപ. ഇപ്പോൾ 205 ലക്ഷം കോടി രൂപയായി ഈ കേന്ദ്രത്തിന്റെ കടം 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, 4 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തോട് മാത്രം നിങ്ങൾ സ്വീകരിക്കുന്ന നയസമീപനം അരുൺകുമാർ, ഇപ്പോ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ GST കോമ്പൻസേഷൻ അവസാനിപ്പിച്ചു. അത് കേരളത്തിന് മാത്രമായിട്ടില്ല, ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും 5 വർഷം ആണ് അതിന്റെ കാലാവധി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇപ്പോ ഈ താങ്കൾ പറഞ്ഞ ഈ നികുതി വിഹിതത്തിന്റെ കാര്യം പറഞ്ഞ ആരാണ് തീരുമാനിക്കുന്നത്? ഒരു ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ അതിന്റെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമ്പോൾ കേരളം പോലെ, തമിഴ്നാട് പോലെ, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കുറെ കൂടി മെച്ചപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് അവിടെ വിഹിതത്തിൽ കുറവ് വന്നു. അതേസമയം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഷെയർ കിട്ടുന്നു, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്. അത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവരുടെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമല്ലേ? ഈ ധനകാര്യ കമ്മീഷൻ അവാർഡ് വരുമ്പോൾ കർണാടക BJP ആയിരുന്നു ഭരിച്ചത്, കർണാടക BJP ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കർണാടകയ്ക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഇളവ് കിട്ടിയോ? അപ്പോൾ അത് ധനകാര്യ കമ്മീഷൻ എടുക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. പിന്നെ ഈ കടം എന്ന് പറയുമ്പോൾ കടം കേരളത്തെക്കാൾ കൂടുതലുള്ള 8 സംസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞാലും കടവും GSDP നമ്മുടെ മൊത്തം ആഭ്യന്തര വരുമാനവും കടവും തമ്മിലുള്ള അനുപാതം എടുത്താൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വേഴ്സ്റ്റായി നിൽക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഞാൻ പറഞ്ഞില്ലേ 39, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് 27% ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പോൾ അതിപ്പോ 39%-ത്തിലെത്തുന്നു. അപായകരമായ നിലയിൽ കേരളത്തിന്റെ കടം ഉയരുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഇതെല്ലാം ഞങ്ങളോട് കാണിക്കുന്ന വിവേചനമാണ് എന്ന് പറയുക? അവിടെ ഒറ്റ പ്രശ്നം, ഇവിടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴും ഒരു സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്ന നികുതിയിൽ ഉണ്ടാകുന്ന കുറവ്, ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികയിൽ കേരളം മുന്നേറി, അതുകൊണ്ട് ആ ഫണ്ട് കൊടുക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ മറ്റു മേഖലകളിൽ തരംതിരിച്ച് ആവശ്യത്തിന് ഈ കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പാകത്തിനുള്ള വിഹിതം അനുവദിച്ചു തരും. അതാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട്. ഇവിടെ GST നഷ്ടപരിഹാരം 5 വർഷം കൊണ്ട് തീർന്നു. നമ്മൾ എന്താ പറയുന്നത്? കഴിഞ്ഞ വർഷം കിട്ടിയ തുകയിൽ നിന്ന് ഈ വർഷമുണ്ടായ കുറവ് എന്നതാണ്. കഴിഞ്ഞ തവണ 1.42 ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുക. അത് ഈ തവണത്തെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുകയുമായി വരുമ്പോൾ ഏകദേശം 57,400 കോടി രൂപയുടെ കുറവുണ്ടായി എന്ന് പറയുന്നു. ആ കുറവ് പരിഹരിക്കാൻ കടമെടുപ്പും മറ്റു വഴികളും പ്രയോജനപ്പെടുത്താമായിരുന്നു. അങ്ങനെ മറ്റു വഴികൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഏകദേശം 107 കോടി രൂപയുടെ കുറവ് ഇവിടെ വന്നിരിക്കുന്നു എന്നത് ഗൗരവത്തോടെ നമ്മൾ കണക്കൂട്ടുകയാണ്. അപ്പോ കേരളത്തിന് മാത്രം കടമെടുപ്പ് തോതിൽ ഉണ്ടായിട്ടുള്ള കുറവ് എന്തുകൊണ്ട്? കടമെടുത്തു എന്നതുകൊണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം കൂടി നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുക? ഈ കടം 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നതിന് ശേഷം മാറി 57, അതുപോലെ 59 മുതൽ 60 മുതൽ 67 മാറി വരുമ്പോൾ ഓരോ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും കടം ഇരട്ടിയായി വരുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. LDFന്റെ കടം UDF കാലാവധി വരുമ്പോൾ ഇരട്ടിയാകും, UDFന്റെ കടം അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇരട്ടിയാകും. അപ്പൊ കടമെടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനം നടക്കാതെ വരുന്നില്ല. കാരണം ഇവിടെ ഏത് വൻകിട വികസന പ്രവർത്തനം വരുമ്പോഴും അതിന്റെ പിന്നിൽ കടമുണ്ട്. തന്നെ ആ കടമെടുത്ത് മൂലധന ചെലവുകൾ നിർവഹിക്കുകയും ആ കടം വീട്ടാനുള്ള മാർഗം അതുവഴി ഉണ്ടാവുകയും ചെയ്താൽ ഈ പറഞ്ഞ മോഡലിൽ ശരിയാണ്. പക്ഷെ നമ്മൾ എന്തിനൊക്കെയാണ് കടമെടുക്കുന്നത്? റവന്യൂ ചെലവുകൾക്ക് വേണ്ടിയാണ്. പെൻഷൻ കൊടുക്കാൻ നമ്മൾ പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി രൂപീകരിച്ച് കടം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ ഇപ്പോൾ ടോൾ ഇല്ലാത്ത റോഡ് അല്ലെങ്കിൽ പാലം നിങ്ങൾ ഇത് വഴി പണിയാണ്. അപ്പൊ ഇത് റവന്യൂ ചെലവുകൾക്ക്, മൂലധന ചെലവുകൾക്കല്ലാതെ എടുക്കുന്ന കടത്തിന്റെ തിരിച്ചടവ് ആര് എങ്ങനെ നിർവഹിക്കുമെന്ന പ്രശ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും കടവും തമ്മിലുള്ള അനുപാതം അപായകരമായി വരുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ചോദ്യം ഞാൻ പറയട്ടെ. ഈ ധനകാര്യ മാനേജ്മെന്റ് ഏറ്റവും ഭംഗിയായി കേന്ദ്രം നിർവഹിക്കുന്നു എന്നതാണല്ലോ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് 55 ലക്ഷം കോടി രൂപ 205 ലക്ഷം കോടി രൂപയായി ഈ രാജ്യത്തിന്റെ കടം ഉയർന്നത്? ഒന്ന് പറയട്ടെ, താങ്കളും പറയൂ. 4 ഇരട്ടിയായി എങ്ങനെ കേന്ദ്രത്തിന്റെ കടം ഉയർന്നു? നല്ല ധനകാര്യ മാനേജ്മെന്റ് ആണല്ലോ അവിടെ. ഏറ്റവും തിരിച്ച് പണം കിട്ടുന്ന മേഖലകളിൽ മാത്രമാണല്ലോ നിങ്ങൾ പശ്ചാത്തല വികസനത്തിന് വേണ്ടി പണം മുടക്കുന്നത്, മറ്റ് മേഖലകളിൽ പണം മുടക്കുന്നത് BJP. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് 4 ഇരട്ടിയായി കേന്ദ്രത്തിന്റെ കടം മാറിയത്? ശരി, ഓക്കെ. കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ചെലവ് കൂടും, കടമെടുക്കേണ്ടി വരും. ആ കടമെടുക്കൽ പാപമാണ് എന്ന നിലയില്ല. പക്ഷെ കടമെടുക്കാനുള്ള ആരോഗ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കാതലായ പ്രശ്നം. ഞാൻ വരാം താങ്കളിലേക്ക്.